നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോലി ഒന്നുമായില്ലേ എങ്കിലിതാ വൻ അവസരങ്ങൾ. സംസ്ഥാനത്ത് ഇത്തരമൊന്ന് ആദ്യം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിൽ ലഭ്യമാക്കുന്നതിന് കേരള നോളജ് എക്കണോമി മിഷൻ്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾ നടപ്പിലാക്കുന്നു. തൊഴിൽ ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം ജനകീയ പദ്ധതിയുടെ ഭാഗമായി കൊല്ലത്ത് ഉന്നതതല യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം മുൻ ധനകാര്യമന്ത്രിയും പദ്ധതി ഉപദേഷ്ടാവുമായ ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. യുവാക്കൾക്ക് ആത്മവിശ്വാസവും നൈപുണ്യ പരിശീലനവും നൽകാൻ ജനകീയ ഇടപെടൽ വേണമെന്ന സർക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സന്നദ്ധ പ്രവർത്തനത്തിലൂടെയും ജനപങ്കാളിത്തത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കുക. തൊഴിലിനായി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആവശ്യമായ പരിശീലനം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജോബ് സ്റ്റേഷനുകളും പഞ്ചായത്തുകളിൽ ഫെസിലിറ്റേഷൻ സെൻ്ററുകളും ഒരുക്കും. ഇതിൻ്റെ ഭാഗമായി ഫെബ്രുവരി 1 ആലപ്പുഴയിൽ എല്ലാ ജില്ലക്കാർക്കും പങ്കെടുക്കാനാവുന്ന രീതിയിൽ ആദ്യ തൊഴിൽമേള സംഘടിപ്പിക്കും. ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽമേളകൾ ഒരുക്കും. വിവിധ തൊഴിലുകളിൽ താൽപ്പര്യമുള്ളവരെ കണ്ടെത്തി രജിസ്റ്റർ ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് നൈപുണ്യ പരിശീലന കോഴ്സ് സംഘടിപ്പിക്കുകയും ചെയ്യും. ഇത് പൂർത്തിയാക്കുന്നവർക്ക് ജോലി ഉറപ്പാക്കുന്നതാണ് പദ്ധതിയെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ നോളജ് ഇക്കണോമി മിഷൻ ഡയറക്ടർ ഡോക്ടർ PS ശ്രീകല അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, സബ് കളക്ടർ നിഷാൻ സിൻഹാര എന്നിവർ സംസാരിച്ചു. തൊഴിൽ മേളയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എന്നിവ അടങ്ങിയ വിശദമായ വീഡിയോ ഈ ചാനലിൽ പിന്നീട് കൊടുക്കുന്നതായിരിക്കും. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി വകുപ്പുകളിൽ ജോലി ഒഴിവുകൾ ലഭ്യമാണ്. അത്തരത്തിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്ന ഏതാനും ഒഴിവുകളെക്കുറിച്ച് നോക്കാം. വാക്യാൻ ഇൻ്റർവ്യൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ട്രെയിനി ലൈബ്രറിയുടെ ഒരു ഒഴിവിലേക്ക് ജനുവരി 16 രാവിലെ 11 CDCയിൽ വാക്യാൻ ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ നേടിയ ബിരുദമാണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ വിശദമായ ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 16 രാവിലെ 10:30 CDCയിൽ എത്തിച്ചേരേണ്ടതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈഫൻഡായി ലഭിക്കും. നിയമനം 1 വർഷത്തെ കാലയളവിലേക്കാണ്. താൽക്കാലിക ഒഴിവ്. എറണാകുളം ജില്ലയിലെ ഒരു സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് കെയർ നഴ്സിൻ്റെ താൽക്കാലിക ഒഴിവുണ്ട്. ശമ്പളം 24,520 രൂപ. യോഗ്യത BSc നഴ്സിംഗ്, GNM, ANM, പാലിയേറ്റീവ് നഴ്സിംഗ് സർട്ടിഫിക്കറ്റ്, കൗൺസിൽ രജിസ്ട്രേഷൻ. എറണാകുളം ജില്ലയിലുള്ള 41 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ജനുവരി 14 മുമ്പായി രജിസ്റ്റർ ചെയ്യുക. ഫോൺ നമ്പർ 0484231294. അപേക്ഷ ക്ഷണിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ വിവിധ പ്രോജക്റ്റുകളിൽ പ്രോജക്റ്റ് സയൻറ്റിസ്റ്റ്, പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കരാർ നിയമത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഗസ്റ്റ് ലെക്ചറർ നിയമനം. വെണ്ണിക്കുളം സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറർ തസ്തികയിലെ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനുവരി 10 രാവിലെ 11 കോളേജിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കാം. ബന്ധപ്പെട്ട വിഷയത്തിൽ 1ാം ക്ലാസ് BTech ബിരുദമാണ് യോഗ്യത. MTech ഉള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 046926502228. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.